ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ പാറ്റ്നയിൽ നിന്നും ഈ കർത്തൃദിവസത്തിൽ സ്നേഹവന്ദനങ്ങൾ ആമുഖമായി അറിയിക്കുന്നു. കഴിഞ്ഞ ഒരാഴ്ചക്കാലം ബലവാനായ ദൈവം നമ്മെ പരിപാലിച്ചതിനായി നമുക്കൊരുമിച്ച് ദൈവത്തെ സ്തുതിക്കാം. ഇന്നത്തെ ആരാധനയോടുള്ള ബന്ധത്തിൽ നമുക്ക് പരിചിതമായ റോമാലേഖനത്തിലേക്ക് തന്നെ കടന്നു വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 37-ാം വാക്യം നാം ഇപ്രകാരം വായിക്കുന്നു: നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും ജയം പ്രാപിക്കുന്നു. 38-ാം വാക്യം: മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുവാൻ കഴിയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നമ്മെ വേർപിരിക്കുന്നത് ആര് എന്ന് ഇന്നലെ നാം ചിന്തിച്ചുവല്ലോ. ലോകത്തിൽ സ്നേഹത്തിൻ്റെ പര്യായപദം എന്താണെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ സ്നേഹവുമായിട്ട് കമ്പയർ ചെയ്യുവാൻ കഴിയുന്ന ആരെയാണെന്ന് ചോദിച്ചാൽ, ഏക വ്യക്തി കർത്താവായ യേശു ക്രിസ്തുവാണ്. നിർമ്മലമായ സ്നേഹം ലോകത്തിൽ പ്രകടിപ്പിച്ചത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവാണ്. യോഹന്നാൻ്റെ സുവിശേഷം 3:16 തൻ്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം നമ്മെ സ്നേഹിച്ചു എന്ന് നമ്മളവിടെ വായിക്കുന്നു. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പുസ്തകമാണ്, സ്നേഹത്തിൻ്റെ ഭാഷയിലുള്ള പുസ്തകമാണ് വിശുദ്ധ വേദപുസ്തകം. അത് നാം ശാന്തമായിട്ട് വായിച്ചാൽ നമ്മുടെ ഹൃദയത്തിൽ സമാധാനവും സന്തോഷവും ലഭിക്കും. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാനും നിങ്ങളും നിലനിൽക്കുന്നത് തന്നെ, ഇന്ന് ഞാനും നിങ്ങളും പ്രത്യാശയോടുകൂടി ഇരിക്കുന്നത് തന്നെ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ സ്നേഹം കൊണ്ട് മാത്രമാണ്. കർത്താവ് നമ്മെ സ്നേഹിച്ചു, തൻ്റെ ജീവനെ വിലയ്ക്ക് കൊടുത്തു, നമ്മെ തൻ്റെ മക്കളാക്കി തീർത്തു എന്നുള്ളതാണ് വിശുദ്ധ വേദപുസ്തകവും പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, നാമോ രക്ഷിക്കപ്പെട്ട യേശു കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച നാം നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം. നമ്മെ സ്നേഹിച്ചത് ആരാണ്? വാഴ്ത്തപ്പെട്ട കർത്താവ്. ഏതു പ്രതിസന്ധി മുകൾ ഭാഗത്ത് വന്നിരിക്കുന്നോ, കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ, വീണ്ടും പറയുന്നു, ഞങ്ങളെ ഇടപെടാതെ കൊല്ലുന്നു, നിന്റെ നിമിത്തം അറുപ്പാനുള്ള ആടുകളെ പോലെ ഞങ്ങളെ എണ്ണുന്നു എന്ന് എഴുതിയിരിക്കുന്നല്ലോ. എന്നിട്ട് അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അത് പാസ്റ്റ് ടെൻസിലാണ്. സ്വർഗത്തിൽ ചെന്നിട്ട് പ്രാപിക്കുമെന്നുള്ളതല്ല, ഞാൻ എൻ്റെ പ്രയത്നത്താൽ പ്രാപിക്കുമെന്നുള്ളതല്ല. നമുക്ക് പ്രയത്നിച്ചൊന്നും പ്രാപിക്കാനായിട്ട് കഴിയില്ല. എന്നാൽ കർത്താവ് നമുക്ക് ജയം നൽകിയിരിക്കുന്നു. നമ്മളത് അംഗീകരിക്കുക. രക്ഷ ദൈവത്തിൻ്റെ ദാനമാണെന്ന് നാം പറയുന്നതോടൊപ്പം വേദപുസ്തകം പഠിപ്പിക്കുന്നതിനോടൊപ്പം ഈ വിജയവും കർത്താവിൽ ആശ്രയിച്ച് നമ്മൾ നേടേണ്ടതാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഇന്ന് രാവിലെ കർത്താവിനെ ആരാധിക്കാനായിട്ട് നാം കടന്നു പോകുമ്പോൾ പരാജിതരായിട്ടല്ല നമ്മൾ പോകേണ്ടത്, ബലഹീനരായിട്ടല്ല നമ്മൾ പോകേണ്ടത്. കർത്താവിൽ ജയം പ്രാപിച്ച, നീതീകരിക്കപ്പെട്ട, വിശുദ്ധന്മാർ എണ്ണപ്പെട്ട ദൈവജനമെന്ന അവസ്ഥയിൽ, കർത്താവിൻ്റെ മക്കളെന്ന നിലയിൽ ഇന്ന് പൂർണ്ണ ജയം പ്രാപിച്ചിരിക്കുന്ന നമുക്ക് കർത്താവിനെ ആരാധിക്കാനായിട്ട് കടന്നു പോകാം. എന്നാൽ നാം മനുഷ്യ ജഡത്തിലാണ് ജീവിക്കുന്നത്. ഈ ജഡത്തിൽ കുറവുകളുണ്ട്. ആ കുറവുകളെ നമുക്ക് ഏറ്റുപറഞ്ഞുകൊണ്ട്, ദൈവത്തിൻ്റെ മുമ്പാകെ ഏറ്റുപറഞ്ഞുകൊണ്ട് ഒരു വിശുദ്ധ ആരാധന, സ്വർഗത്തിന് പ്രസാദകരമായ ആരാധന, അതാണ് കർത്താവ് നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നത്. എന്നിട്ട് താഴേക്ക് പറയുകയാണ്, മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റു യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിപ്പാനായിട്ട് കഴിയുകയില്ല.
ഇത് ഓരോ ദൈവമകനും എല്ലാ ദിവസവും റിപ്പീറ്റ് ചെയ്ത് പറയേണ്ടതായ കാര്യമാണ്. അതേ കർത്താവേ, നിന്റെ സ്നേഹത്തിൽ നിന്ന് വേർപിരിക്കുവാൻ, ഞങ്ങളെ അകറ്റുവാൻ കഴിയുന്ന ഒരു കാര്യവുമില്ല. അത് ഈ ഭൂമിയിലുള്ളതാകട്ടെ, ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ മറ്റധികാരങ്ങൾക്കോ ഒന്നും കഴിയത്തില്ല. നമ്മുടെ ഭാരതത്തില് ക്രിസ്തീയ വിരുദ്ധമായ ഒരു സർക്കാരാണുള്ളത്. ക്രിസ്ത്യാനികൾക്ക് ജീവിക്കുവാൻ പ്രയാസമായ ഒരു സമയത്തേക്ക് വന്നിരിക്കുകയാണ്. എന്നാൽ ദൈവത്തിന്റെ സ്നേഹത്തിൽ നമ്മെ വേർപിരിക്കുവാൻ, നമ്മെ മാറ്റി നിർത്തുവാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല. ഇന്ന് രാവിലെ സ്വർഗത്തിൽ ഇരിക്കുന്ന അധികാരസ്ഥനായ, സ്വർഗത്തിന്റെയും ഭൂമിയുടെയും സകല അധികാരവും എനിക്ക് നൽകിയിരിക്കുന്നു എന്ന് മത്തായി സുവിശേഷം 28 നാം വായിക്കുന്നു. ഇന്ന് സകല നാമത്തിലും ശ്രേഷ്ഠമായ നാമം ധരിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി സ്വർഗത്തിൽ പക്ഷപാതം ചെയ്യുന്ന ആ വലിയവനായ കർത്താവിനെ, രാജാതിരാജാവും കർത്താതികർത്താവുമായ അവനെ എല്ലാവിധ മഹത്വവും കൊടുത്തുകൊണ്ട്, അവന്റെ നാമത്തിന് തക്ക മഹത്വം കൊടുത്തുകൊണ്ട് നമുക്കിന്ന് ആരാധിക്കാം. അവന്റെ ശ്രേഷ്ഠ നാമത്തെ നമുക്ക് നമ്മുടെ ഭാരതത്തിൽ ഉയർത്താം. വലിയവനായ ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്വർഗീയ പിതാവേ, ഒരിക്കൽ കൂടി നിന്റെ പാദപീഠത്തിലേക്ക് അടുത്ത് വരുവാനായിട്ടിടയായല്ലോ. ഇന്ന് രാവിലെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കഴിഞ്ഞ ഒരാഴ്ചക്കാലം നീ ഞങ്ങൾക്ക് നൽകിയതിനായി സ്തോത്രം, പരിപാലിച്ചതിനായി സ്തോത്രം. ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് ആരാധിക്കാനായിട്ട് പോകുമ്പോൾ സ്വർഗത്തിന് പ്രസാദകരമായ ആരാധന കഴിക്കുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. പാറ്റ്നയുള്ള സഭയോടുള്ള ബന്ധത്തിലും ഇന്ന് കർത്താവെ, അവിടെ നടക്കുന്ന എല്ലാ ശുശ്രൂഷകളെയും നീ അനുഗ്രഹിക്കണമേ. കേൾവിക്കാരായ എല്ലാ ദൈവദാസന്മാരെയും കർത്താവെ, വിശുദ്ധന്മാരെയും അനുഗ്രഹിക്കണമേ. കർത്താവെ, ഇന്നത്തെ ആരാധന ഏറ്റവും സുഗ്രാഹ്യമായി തീരുവാൻ ഇടയാക്കണം. യേശു കർത്താവിന്റെ ധന്യനാമത്തിൽ ചോദിക്കുന്നു, കൃപയുണ്ടായി സ്വീകരിക്കുമാറാകണമേ. ആമേൻ.